അടുത്തടുത്ത് വരികയാണ്. കാണാനായിട്ട് ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിൽ എത്തുന്നത്. അത് വളരെ ജീവിതത്തിൽ സന്തോഷം തോന്നുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ ഞങ്ങൾ അതിന് പ്ലേയേഴ്സ് കളിക്കുമ്പോഴാണ് ജനങ്ങളുണ്ടാവും. പക്ഷേ ഇത് എല്ലാവരും കൂടി ടുഗദറായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സന്തോഷമായതുകൊണ്ട് പഞ്ഞിനെ കത്തി നിൽക്കുന്നത് കാണാനുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലതാണ്. ഇവിടെ വന്നപ്പോഴത്തേനും പപ്പാനെയൊക്കെ കണ്ടപ്പോഴത്തേനും നല്ലൊരു ആവേശം, നല്ല സന്തോഷം, നല്ല പരിശുദ്ധമായ സ്ഥലം. അങ്ങനെ ഇതിന് മാത്രം പുരുഷാരം നിറഞ്ഞ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം സന്തോഷം തോന്നുന്നുണ്ട്, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ ചെയ്യുന്ന ജോലിയും ഇതും തമ്മിലാകുമ്പോൾ വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി ആകുമ്പോഴത്തേക്കും സങ്കടം, ദുഃഖാചരണമല്ലേ, ദുഃഖത്തിൻ്റെ ഒരു ഇതാണ്. ഇത് സന്തോഷത്തിൻ്റെ അല്ലേ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. ഞാനൊരു ഇന്ത്യൻ വുമൺ ഫുട്ബോളാണെന്ന് പറയുമ്പോൾ പലരും അതിശയത്തോടെ ചോദിക്കും, വുമൺ ഫുട്ബോളോ? പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? അതെങ്ങനെ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കണേ? എന്നാൽ എങ്ങനെ പല പല സ്ഥലത്തുനിന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇപ്പോഴും പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെ സ്ഥിരം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിങ്ങനെ പെൺകുട്ടികളെ പ്രാക്ടീസ് കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പറയും, പെൺകുട്ടികൾക്കാണ് പ്രാക്ടീസ് കൊടുക്കണമെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ പറയുക, ഓട്ടോമാറ്റിക്കലി പറയും ഞാൻ ആൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന കോച്ചാണെന്ന് പറയുമ്പോൾ പറയണത്. ഒയ്യോ, ആൺപിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാ. സെയിം ഗ്രൂപ്പ് 5 പേര് ഒരു ഗ്രൂപ്പായ വാ മോളെ ഇപ്പുറത്ത് വാ, ഇപ്പുറത്ത് വാ, വന്നു വാ, ഒരു ഗ്രൂപ്പ് വാ ഇപ്പുറത്ത്. എന്തിനാ ഇത്രയും ടൈം എടുക്കുന്നത്? വാ, അവരുടെ കൂടെ ഒരാളെ ഞാൻ വിട്ടായിരുന്നല്ലോ. ആ ചില 5 പേര് ഒരു ഗ്രൂപ്പായി ഇപ്പുറത്തോട്ട് വാ, ഇപ്പുറത്ത് വാ, ദാറ്റ് സൈഡ്. എറണാകുളം കളിച്ചു, കേരളം കളിച്ചു, ഇന്ത്യ കളിച്ചു. ഇന്ത്യക്ക് ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടി ജർമ്മനി പോകാനുള്ള ഒരു ചാൻസാണ്. അപ്പം അന്നൊക്കെ ബ്ലസർ തരും, അശോകക്കറുള്ള തൊപ്പി ഉണ്ടാവും, നല്ല പാൻറ്, നല്ല ഷർട്ട്, വെള്ള ഷർട്ട്, ചുമപ്പട്ടായി. ഇതൊക്കെ ഇങ്ങനെ
കെട്ടാനെന്ന് പറഞ്ഞൂടാ. ഒരു ഗോവയുടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, കുട്ടിയാണ് ടൈയൊക്കെ കെട്ടാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ കെട്ടി ഇങ്ങനെ നിന്നപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗി. അപ്പോൾ ഞാൻ ആ എയർപോർട്ടിൽ ആ കണ്ണാടി ഉണ്ട്, ആ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിൽക്കണേ. എനിക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നതാണ്. അതായത് അത്രയും നല്ലൊരു ഡ്രസ്സ് ആദ്യമായിട്ട് ധരിക്കണത് തന്നെ അന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയും ഡ്രസ്സുകൾ എൻ്റെ ശരീരത്തിൽ വന്നപ്പോൾ എന്നോട് തന്നെ എനിക്കൊരു അഭിമാനം തോന്നിയ നിമിഷങ്ങൾ. അന്ന് എല്ലാവരും ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഇന്ത്യൻ മണി മാറി, പിന്നെ ജർമ്മനി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പോയി ലൈനിൽ നിൽക്കുന്നുണ്ട്. ഞാനും പോയി നിന്നു ആ കൂട്ടത്തിൽ. ലൈനിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൈസ ഇങ്ങനെ ആ ഹോളിൽ ആ ബാങ്ക് പോലെ കാണുന്ന ആ ഹോളിൽ കൂടി ഇങ്ങനെ പൈസ മാറാൻ, നമ്മുടെ ഇന്ത്യൻ മണി മാറാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചു. അദ്ദേഹം ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ കുറച്ചുകൂടി പൊക്കം കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇസ്കെ भी ज़्यादा पैसे चाहिए तुमको. അപ്പോൾ ഞാൻ नहीं सर इतना भी बस. അപ്പോൾ എനിക്കൊന്നും തോന്നില്ല നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ പൈസ വേണം. അപ്പോൾ ഞാൻ വേണ്ട സാറേ. അപ്പോൾ ഞാൻ പൈസ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചു നിങ്ങൾ എത്ര രൂപ മാറിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 40,000 രൂപ, 30,000 രൂപ, 20,000 രൂപ, 10,000 രൂപ, അങ്ങനെ ആയിരക്കണക്കിന് രൂപയുടെ കണക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് വെച്ച പൈസയും ഞാൻ മാറിയ എമൗണ്ടും നോക്കിയതും അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അർത്ഥം മനസ്സിലായതൊക്കെയാണ്. കാരണം ഞാൻ മാറിയത് വെറും 150 രൂപയാണ്. അവൻ്റെ അടുത്ത് തിരിച്ച് ബോൾ മേടിക്കുക, അവിടെ പാസ് കൊടുക്കുക, കൊച്ചവിടെ ചെല്ലുക. കൊച്ച് എന്താണോ ചെയ്തത് അത് തന്നെ മോനും ചെയ്യുക. ചെയ്തേ നോക്കട്ടെ. യെസ് ഗുഡ്. ആ പാസ്, കോർണർ പാസ്. യെസ് ഗുഡ്, കോർണർ പാസ്. ആ കൊച്ചു വാ, കോർണർ പാസ് കൊടുക്ക്. ആ കോർണർ പാസ് കൊച്ചു ചെല്ലുന്നിട്ട് തിരിച്ചു മേടിക്കും. ഇവിടെ 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 ഓൺലി ഇവിടെ ഇവിടെ. സന്തോഷം കിട്ടിയ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ. ഇന്ത്യയിൽ ആദ്യത്തെ ബാക്കിയുള്ള സെലക്ഷനൊക്കെ ചെന്നപ്പോൾ തന്നെ സെലക്ഷൻ കിട്ടി. സെലക്ഷൻ ലിസ്റ്റ് വായിക്കാൻ ഇങ്ങനെ ഇരുന്നു. ഗോൾ കീപ്പർ വായിച്ചു, ഡിഫൻസ് വായിച്ചു, ഹാഫ് വായിച്ചു, രണ്ടാമത്തെ പേര് സീന സിബിത് വായിച്ചു. ഒരു സംഭവം ഇവരുടെ മുമ്പിൽ നമ്മൾ കയറണം. കയറി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ പരിപാടിയില്ല. എടുത്തിട്ട ഒട്ടനെ പോസ്റ്റ് അടിക്കണം. നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് എല്ലാവരെ പോലെ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നതാണ്. കാരണം അതിനൊരു ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഒരു പേടി ശരിക്കുണ്ട്. അത് ചിലപ്പോൾ എല്ലാവരുടെയും ഒരു മിക്ക ആൾക്കാരുടെയും മനസ്സിൽ ചെറുതിലേ വെക്കുന്ന മുറിവുകൾ ചിലപ്പോൾ പെട്ടെന്ന് പോകാറില്ല. ഞാനോർത്ത് വലുതാകുമ്പോൾ മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. ചെറുതിൽ തന്നെ പേടിപ്പെടുത്തുന്ന അച്ഛൻ്റെ കാഴ്ചകൾ, അച്ഛൻ്റെ പ്രവൃത്തികളുമാണ് മനസ്സിൽ കിടക്കുന്നത്. അമ്മേനോട് അങ്ങനത്തെ തല്ലലായിരുന്നു, അങ്ങനത്തെ പ്രവൃത്തികളായിരുന്നു. അവർ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ അച്ഛൻ കൺമുമ്പിലിട്ട് കാണിച്ചേക്കണം അമ്മേനെ. ഞാൻ 6ൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചു. 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ആ ഒരു സിറ്റുവേഷനിലൊക്കെ മറ്റുള്ളവരുടെ അമ്മ പഠിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് പോയി അവരുടെ മുറ്റം അടിച്ച് കൊടുത്തു. അവരുടെ പാത്രമൊക്കെ കഴുകി കൊടുക്കുമ്പോൾ അവർ ഒരു 10 മണിയൊക്കെ ആണതിന് മുമ്പ് തന്നെ അവർ തലേ ദിവസത്തെ കഞ്ഞി തരും. ആ കഞ്ഞി പോയി ഒരു ചെറിയ പാത്രത്തിൽ മേടിച്ചുകൊണ്ടുവന്ന് അത് കഴിച്ചിട്ട് സ്കൂളിൽ പോകുന്നൊരു കാലം. ഒത്തിരി കിലോമീറ്ററുകൾ നടക്കണം പഠിക്കാൻ പോകണമെങ്കിൽ. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിപ്പെട്ടത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നു. ഞാൻ തന്നെയാണ് ഇതൊക്കെ അനുഭവിച്ചതെന്ന് ഓർക്കും. ഞാൻ തന്നെയാണോ ഇത് അനുഭവിച്ചത്, അല്ലെങ്കിൽ ആ സ്വപ്നമാണോ എന്ന് ഓർത്തു. എനിക്ക് ആൺകുട്ടികളെ തന്നെയാണ് കൂടുതൽ. പെൺകുട്ടികളെ പഠിപ്പിക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടി റിസ്ക്കാണ്. ആൺകുട്ടികളാകുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് എത്തുന്നത് വരെ ടെൻഷനാണ്. ഫോൺ വിളിക്കണം, പിള്ളേരെത്തിയോ,
വീട്ടിലെത്തി കയറിയോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. എല്ലാ പെൺപിള്ളേരുടെ സെലക്ഷനും ആണുങ്ങളാണ് സെലക്ട് ചെയ്യണത്. പെൺകുട്ടികളുടെ സെലക്ഷന് പെൺപിള്ളേർ തന്നെ വരാനും അങ്ങനത്തെ ഒരു കോച്ച് ഉണ്ടെന്നും അങ്ങനെ പെൺകുട്ടികൾക്ക് കഴിയുമെന്ന് തോന്നലുണ്ടാക്കിയെടുക്കൽ ഞങ്ങൾക്ക് ഒരു ഇത് തന്നെയാണ്. അതിനുകൊണ്ട് അത് മടിയൊന്നുമല്ല. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ കൊണ്ടുവന്നാൽ തന്നെ പലവരും പല രീതിയിൽ നമ്മളോട് സംസാരിക്കും. ആ പിള്ളേർക്ക് രണ്ടാമത് വരാൻ തോന്നിക്കാത്ത രീതിയിലാണ് പുറത്തു നിന്നുള്ള സംസാരം. കുട്ടികൾ ആൺപിള്ളേരെ കൂടി കളിക്കണാണ്ടില്ലേ, അവരുടെ അച്ഛനമ്മ എന്തെന്ത് ഉദ്ദേശിച്ച് അവരെ കൂടി വിട്ടേക്കണേ, അങ്ങനത്തെ പല പല ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മാറ്റേണ്ടത്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മളെന്താവണം എന്നുള്ള നമ്മൾക്ക് ഉള്ള പ്രതീക്ഷേനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കാണ് നമ്മളുടെ മേൽ പ്രതീക്ഷയുള്ളത്. അവർക്കാണ് ടെൻഷൻ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവരെ അനുവദിക്കുക. കുത്തിക്കുളങ്കലക്കി ആ വേളോ മനച്ചാലിലെ മീൻ പിടിച്ച് ആ മീനും ഈ മീനും ഭാഗവരാല് അണ്ടി കള്ളി മഞ്ഞക്കോര മീന് ആ മീനും ഈ മീനും ഭാഗവരാല് അണ്ടി കള്ളി മഞ്ഞക്കോര മീന്. തീയാത്തിനന്തോ ദിനന്തോ തകതീത്തിനന്തോ ദിനന്തോ ഒറ്റാലുകുത്തിക്കുളങ്കലക്കി ആ വേളോ മന. എൻ്റെ അച്ഛൻ്റെ വീട് വടയാറ്റ, തലോലപ്പറമ്പ് തെക്കുവശത്ത്. അവിടെ ഞങ്ങൾ അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ഞങ്ങൾ കുട്ടികളും അച്ഛനും ഒക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കണം. അച്ഛൻ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് അമ്മ മരിക്കണം. അമ്മ മരിച്ചു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പം ഏറ്റവും ഇളയ, അന്ന് ഞങ്ങൾ 4 മക്കളാണ്, ഏറ്റവും ഇളയ കുട്ടി ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും മരിച്ച്. പിന്നെ പോയിട്ട് ഞങ്ങൾ പിന്നെ ചാലപ്പറമ്പ് വല്ലകം എന്ന് പറയും, അവിടെ നിന്നാണ് ഞങ്ങൾ വലുതായത്. അത് അമ്മയുടെ വീടാണ്. അങ്ങനെ വലുതായാണ് എന്നെ ചാലപ്പറമ്പിലേക്ക് കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ ചാലപ്പറമ്പിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചത് കൊണ്ടാണ് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാതെ വന്നത്. നിർബന്ധിച്ചെങ്കിലും ഇളയത്തുങ്ങളുടെ കാര്യം ഓർത്തപ്പോഴത്തേന് ഞാൻ പള്ളിക്കൂടത്തിൽ പോയില്ല. പക്ഷേ ഇന്നത്തെ ഒരവസരമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ എറിഞ്ഞ് ദൂരെ കളഞ്ഞേനെ. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോയേനെ. കാരണം പഠിക്കാത്ത കുറവുകൾ ഒരുപാടുണ്ട്, ഒത്തിരി. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി തന്നാൽ എനിക്കൊന്ന് വായിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞു തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെതായ ആ കുറവുകളുണ്ടല്ലോ, ഒരുപാട് കുറവുകളാണ്. പ്രസംഗിച്ചതെന്നു വെച്ചാൽ നമുക്ക് കേട്ട് കഴിവല്ലേ കൂടുതൽ. അത് തന്നെയല്ല, ഒത്തിരി പറഞ്ഞില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിലേ വളർന്നു വന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാലുണ്ടല്ലോ, അത് ഞാൻ വെട്ടി കുറച്ച് ദൂരോട്ട് കളയുകയില്ല, അതെൻ്റെ മനസ്സിലിരിക്കുക. ഞാനൊരു സിനിമ കാണാൻ പോയാൽ പോലും ഭയങ്കര കഥയുള്ള ഒരു അടുക്കുണ്ട് അതിനകത്ത്. ആ അടുക്കുകൾ ഞാൻ കണ്ടേച്ചു കൊണ്ടില്ല, എൻ്റെ മനസ്സിനകത്ത് വെക്കുക, ഞാനത് ദൂരെ കളയുകയില്ല. അപ്പം നമ്മുടെ ജീവിതവും ഈ കാഴ്ചപ്പാടുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് നോക്കുക, അത് എങ്ങനെ ഇണങ്ങി ചേരുമെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ കഥകളും പഠിച്ച് പ്രസംഗിക്കാനൊക്കെ പഠിച്ചു. ചമച്ചു അവളൊൻപത് ചട്ടിക്കറി ചമച്ചേ തീയാത്തിനന്തോ ദിനന്തോ തകതീത്തിനന്തോ ദിനന്തോ. എൻ്റെ മുത്തച്ഛി മരിക്കുന്നവരെ ഉണ്ടല്ലോ, പിന്നെ വസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ബ്ലൗസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു
ഒരു തോളുമുണ്ടായി ഇട്ടേക്കണം. അപ്പം ഞാൻ എൻ്റെ മുത്തച്ഛിയോട് ചോദിക്കുക, ഇതന്നെ മുത്തച്ഛി എല്ലാവരും ഇങ്ങനെ ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ പിന്നെ ഇത് നിങ്ങളെന്നാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും, അത് പെണ്ണെ, അത് പണ്ട് അങ്ങനെ മുണ്ടെടുക്കാൻ അങ്ങനെ ആരും സമ്മതിക്കുകയില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇട്ട് ശീലിച്ചു. അവർ എവിടെ പോയാലും അതെ ഈ തോളുമുണ്ട് മാത്രമേ ഇടുകയുള്ളൂ. പണ്ടൊക്കെ എന്നാന്ന് വെച്ചെന്നാൽ മനുഷ്യനെ പിന്നെ ഇങ്ങനെ ഈ പാടത്ത് കന്ന് പൂട്ടുകയല്ലേ, കന്നുകാലിയൊക്കെ പൂട്ടുന്നില്ലേ, അതെല്ലാം മനുഷ്യനെ വെച്ച് കെട്ടിയാണ് ഉഴുന്നത്. മനുഷ്യനെ 1966 ആ അവസരത്തിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. പക്ഷെ ആള് കിട്ടാതെ വന്നപ്പോഴേ എൻ്റെ അച്ഛനുണ്ടല്ലോ, എന്നെ എൻ്റെ നാത്തൂനെയും കൂടി പിന്നെ ഇങ്ങനെ കെട്ടി ഉഴുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അച്ഛനിങ്ങനെ ഈ കലപ്പയം മരിച്ചോണ്ട് പോകും, ഞങ്ങളിങ്ങനെ പുറകെ വലിച്ചോണ്ട് പോവുക. അപ്പം ഞാൻ ചോദിച്ചേ, അച്ഛാ ഇതെന്താ ഈ കാണിക്കണമെന്ന് ചോദിക്കണേ, ഇവിടെ എങ്ങും ആളുകളെ കിട്ടാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ 2 പെണ്ണുങ്ങളെ ഈ തരത്തിൽ ചെയ്യണം? മകളെ അത് നിങ്ങളും കൂടി അനുഭവിക്കണം. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയുക, അത് പണ്ട് ഞങ്ങളുടെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. പണ്ടുള്ള ആളുകളില്ലേ, അപ്പം ഈ മട മുറുക്കണമെങ്കിൽ ഒരാളിനെ ഇടണമെന്നുള്ളതാണ്. സത്യത്തിൽ ആളിനെ ഇടേണ്ട ആവശ്യങ്ങളില്ല, മനഃപൂർവ്വം തന്നെ ചതിക്കുന്ന പരിപാടി അതല്ല. ഇപ്പോഴൊക്കെ ഈ മട മുറുക്കുന്നതിന് ആൾ വേണ്ടല്ലോ. അപ്പോൾ എന്നാന്ന് വെച്ചെന്നാൽ ഒരാളെ പിടിച്ച് ഈ മടയിൽ ഇട്ട് കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ലെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ തെക്കൻകുട്ടനാട്ട് കൊയ്യാൻ പോയപ്പോഴേ ഒരു പാണ്ടിക്കൊച്ച്, അപ്പം ആ മുതലാളി വലിയ ഒരു പ്രദേശം മുഴുവനും കുത്തിത്തടുത്ത് കൂട്ടി വെച്ചിരിക്കുക. അപ്പം മട മുറുകുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് ഒരാളെ ഇട്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ പിന്നെ ആ വീട്ടുകാർ എന്നാ ചെയ്തെന്നറിയാവോ, 5-10 പേർക്ക് കൂലിയെല്ലാം കൊടുത്ത് നമ്മുടെ കോട്ടയത്ത് വിട്ട്. കോട്ടയത്ത് ഈ ചെറുകര നടന്ന സംഭവമായത്. കോട്ടയത്ത് വിട്ടിട്ട് ഒരു പാണ്ടിക്കൊച്ചി, ചെറിയ കൊച്ചാണ്, ഈ കൊച്ചിനെ ഇതുപോലെ മട കിടക്കിയല്ലേ, ഇപ്പം ഇത് 2 തിട്ട പൊങ്ങിയിരിക്കുക, ഇവിടെ ഇട്ട് മുറുക്കണമല്ല. ഈ കൊച്ചിനെ ഈ മടയിലേക്ക് ഇറക്കി നിർത്തിയപ്പോൾ ചെള്ളയല്ലേ, ആ കൊച്ചി ഇത്ര അങ്ങോട്ട് താണുപോയി. എന്നിട്ട് ഇവരെ കട്ട കുത്തി ഇതിനെ ഉണ്ടല്ലോ ഇട്ടിട്ട് അങ്ങ് മൂടിക്കളഞ്ഞു. ഇപ്പൊ ഈ കിടക്കണ മീനുണ്ടല്ലേ, ഇപ്പൊ ഇത് തൂക്കി കൊടുക്കുകയാണ് 200 രൂപ കിട്ടും. 150 രൂപയ്ക്ക് തരുമോ? ഇതാ ഇല്ല 200 രൂപയ്ക്ക് പുറത്ത് വരികയല്ലോ. ഞങ്ങൾക്ക് പരിചയമുള്ള ആളുകളുണ്ട്. പരിചയം വേറെ, മീനിന്റെ വില വേറെ. ഇപ്പൊ നമുക്ക് ഈ ഒരു എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പുരുഷനായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊരാഗ്രഹം എപ്പോൾ വരുമെന്നറിയാവോ? കൂടുതൽ നമ്മളെ ശാസിക്കുകയും നമ്മളെ കൂടുതൽ അവർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ദൈവമേ ഞാനൊരാണായിരുന്നെങ്കിൽ എൻ്റെ അടിമയായിട്ട് നിങ്ങളെ ഞാൻ നിർത്തിയാനോ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് 4000 രൂപ വരെ മീൻ പിടിക്കാൻ പോയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ആ മീൻ പിടിച്ച് കാശെല്ലാം വീട്ടിൽ കൊണ്ടുവന്നാലും പറയും, നീയാ ഉള്ള ഒരു പണിക്കാരത്തി, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പണിയുന്ന കാശിനേക്കാൾ കൂടുതലാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാലും ആ മനുഷ്യൻ എന്നാന്നറിയാവും, 10000 രൂപയുടെ പണി ചെയ്തുകൊണ്ട് വന്നാലും ഭർത്താവിൻ്റെ
കീഴിലേ നിൽക്കാവുള്ളൂ. ആ അധികാരമാണ് അയാൾക്ക് വരുന്നത്. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയത്. എൻ്റെ ദൈവമേ, ഞാനൊരാണായിരുന്നെങ്കിൽ എൻ്റെ അടിമയായിട്ട് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പുരുഷനാണെങ്കിൽ പോലും അവൻ്റെ അടിമയായിട്ടാണ് നിൽക്കാവുള്ളൂ. അല്ലാണ്ട് അവൻ്റെ വലിമയായിട്ട് നിൽക്കാൻ പറ്റിയല്ല. അതൊരു പുരുഷനും സമ്മതിക്കാല്ല. നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുക? അപ്പം നമ്മൾ എന്തോരം ദുഃഖങ്ങൾ അനുഭവിച്ചാലും ദുരിതങ്ങൾ അനുഭവിച്ചാലും പട്ടിണിയാണേലും പരിഹാസമാണേലും തല്ലുപിടിച്ചാണേലും എന്താണേലും ജീവിക്കാൻ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. എനിക്കൊട്ടും തോന്നിയിട്ടില്ല അങ്ങനെ മരിക്കാൻ. എനിക്ക് എങ്ങനെ ജീവിച്ചു പോകണം എന്നൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അത് പട്ടിണിയാകട്ടെ എന്തും ആകട്ടെ. പാമ്പും മനുഷ്യനിണങ്ങി ജീവിക്കുന്ന കല്ലറ മുണ്ടാറാണ് എൻ്റെ നാടേ. ഹോയ് യഗന്ധാര കാക്കത്തുരുത്തുണ്ട് എണ്ണപ്പനയുണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഹോയ് യഗന്ധാര കാക്കത്തുരുത്തുണ്ട് എണ്ണപ്പനയുണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഹോയ് യഗന്ധാര. ഞാനിപ്പോൾ ഒരു 10,000 ചില്ലാനം ശവശരീരങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. എന്നോട് എല്ലാവരും ചോദിക്കും പേടിയില്ലേന്ന്. ഞാൻ രാത്രി 3 മണി വരെ ഇവിടെ നിന്ന് മരിപ്പൊക്കെ വരുമ്പോൾ രാത്രി 3 മണി വരെ ഒറ്റക്ക് നിന്നാണ് ഞാൻ എല്ലാം ചെയ്തേക്കുന്നത്. 3 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോകാറ്. 10-11 മണിക്കൊക്കെ ബോഡി വന്നാൽ കത്തിത്തീരുമ്പോൾ 3 മണി വെളുപ്പിന് 3 മണി 2 മണിയൊക്കെ. പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബോഡി പൊക്കി നോക്കിയാൽ മതിയല്ലോ. ഞാനിവിടെ കിടന്ന് ഉറങ്ങും. കൊതുകടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്ര നേരം ഇവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബോഡി നോക്കും, പിന്നെയും കിടക്കും. അങ്ങനെ നിന്നിട്ട് 3 മണി 2 മണിയാകുമ്പോൾ വീട്ടിലോട്ട് പോകും. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിനെ വിളിച്ചോ? കൊച്ചിനെ വിളിച്ചോ? കൊച്ചിനെ സ്റ്റെപ്പ് തട്ടല്ലോ. തട്ടോണ്ട് പോരാ. തീർത്തൊഴിച്ചോ. കല്യാണം കഴിഞ്ഞ് 5-ാം ദിവസം തന്നെ തല്ലിയതാണ് ഭർത്താവ്. അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഭർത്താവ് പണിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയാണ് പണിക്ക് പോകാനായിട്ട്. പണിക്ക് പോകില്ല. പണിക്ക് 2 ദിവസം പോയാൽ 3 ദിവസം പണിക്ക് പോകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എപ്പോഴും കുടിക്കാൻ കാശ് കൊടുക്കണം. പിന്നെ പൈസ കൊടുത്തോണ്ടേ ഇരിക്കണം. ആൾ പണിക്ക് പോകില്ല. വീട്ടിലെ പണിയൊക്കെ ആൾ ചെയ്തോളൂ. ചോറും കറിയൊക്കെ ആൾ വെച്ചോളൂ. നമ്മൾ വരുമ്പോൾ ചോറും കറിയൊക്കെ ആൾ വെച്ചോളും. പിന്നെ ഇത്തിരി താമസിക്കാൻ പാടില്ല. താമസിച്ച് കഴിഞ്ഞാൽ അനാവശ്യ വർത്തമാനങ്ങളും
നമ്മൾ പണിക്ക് പോകുമ്പോൾ അവരെ കൂടിയാണ് ഇവരെ കൂടിയാണ്, നീ ആരെ കൂടി പോയി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വർത്താനവും ഒച്ചയും ബഹളവും ഒക്കെയാണ്. തല്ലും. പിള്ളേരെ ഉപദ്രവിക്കൂല കേട്ടോ ആള്. പിള്ളേരെ ഒന്നും ചെയ്യൂല. എന്നെ ഉപദ്രവിക്കുള്ളൂ. പക്ഷെ പിള്ളേർ പേടിക്കും എന്നെ തല്ലുമ്പോൾ. പിള്ളേർ കട്ടിൻ്റെ അടിയിലൊക്കെ ഒളിക്കും. അപ്പം ഭയങ്കരമായിട്ട് അടിക്കും. എന്നെ എടുത്തിട്ട് എൻ്റെ നടുവൊക്കെ ഒടിച്ചതാ. എടുത്ത് എറിഞ്ഞിട്ട് എൻ്റെ നടുവൊക്കെ സുഖമില്ലാണ്ട് ഞാൻ കുറേ നാൾ ആസ്പത്രിയിൽ കിടന്നതാ. ചൂലും കെട്ടുകൊണ്ട് അടിച്ചിട്ട് എൻ്റെ കൈ ഒടിഞ്ഞതാ. ഈ കൈയുടെ കുഴയൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് ഒരു വൈദ്യനെ കൊണ്ടുവന്ന് പട്ടിയ ഈ ചമതത്തിന് ചോലിയൊക്കെ വെച്ച് ചുറ്റി കെട്ടി വെച്ച് കുറേ നാൾ അങ്ങനെ നടന്നു. ഒറ്റ കൈ കൊണ്ടൊക്കെ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയിട്ടുണ്ട് കൊച്ചുങ്ങളെ നോക്കാനൊക്കെ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അടിക്കലും പിടിക്കലും. പിന്നെ എൻ്റെ ചെവിയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ പല്ലൊന്നും വായിലില്ല. അതൊക്കെ ഭർത്താവ് അടിച്ച് കളഞ്ഞതാ. ഭർത്താവ് അടിച്ചിട്ട് കേടുവന്ന് എപ്പോഴും പല്ലുവേനയൊക്കെ അതൊക്കെ പറിച്ച് കളഞ്ഞു. അങ്ങനെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവമായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു തെറി പോലും ഞാൻ എൻ്റെ ഭർത്താവിനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് ഉപദ്രവമായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേണ്ടെന്ന്. പിന്നെ എനിക്കൊരു ധൈര്യം വന്നു, ഇനി നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണ്ട. ഒരു ബോഡി കത്തിച്ചിടാൻ സാധാരണ ബോഡിയാണെങ്കിൽ 2.5 മണിക്കൂർ. അത് ഇതിപ്പോൾ അസുഖമുള്ള ബോഡിയല്ലേ, അപ്പോൾ 3-4 മണിക്കൂർ പിടിക്കും. 4 മണിക്കൂറെങ്കിലും പിടിക്കും കത്തിത്തീരാൻ. ഇല്ല, കത്ത് പിടിച്ചോളൂ. കാല് മാത്രമേ കത്തി തുടങ്ങി. കണ്ട കാല് കത്തി തീർന്നു. ഇനി ഈ അരഭാവം നെഞ്ചിൻ്റെ കൂടൊക്കെയാണ് കത്താനുള്ളത്. കാല് വേഗം കത്തി തീരും. അല്ല കൈയല്ല. എല്ലാ ബോഡിയുടെയും കൈയൊന്നും അങ്ങനെ പൊങ്ങൂല. ഈ കൈയാണ് പൊങ്ങിയെത്തുന്നത്. കൈ ചൂട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കൈയും കാലും പൊങ്ങും. ചൂട് കൊള്ളുമ്പോൾ കൈയും കാലും കാലാദ്യം കത്തിപ്പോയാറിനോട് പൊങ്ങാത്തത്. കൈ രണ്ടും പൊങ്ങും. ഒരു കൈയെ പൊങ്ങിയിട്ടുള്ളൂ. പേടിക്കാനൊന്നും നിൽക്കണ 2 കാലം നടക്കണ മനുഷ്യനെ പേടിച്ചാൽ മതി. വേറെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായത് എൻ്റെ ഭർത്താവിനെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ്, പേടിയില്ല. ഭർത്താവ് വരുമ്പോഴായിരുന്നു പേടി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓടി കത്തിക്കുന്നതിലൊന്നും ഒരു പേടിയില്ല. ചില ബോഡിയുടെയൊക്കെ ഈ ശരീരം വീർത്ത് വരുമ്പോൾ വെള്ളം ചീറ്റും. അപ്പോൾ നമുക്ക് ഓടി മാറിയില്ലെങ്കിൽ അത് പൊട്ടിയാൽ നമ്മുടെ മേത്ത് കൊള്ളും. മേത്ത് വീണ് കഴിഞ്ഞാൽ അത് പൊറുക്കാൻ പാടാണ്. ആ ചൂട് വെള്ളം നമ്മുടെ മേത്ത് വീണത് അത് വീർത്ത് വരുമ്പോഴൊക്കെ ഈ ഭിത്തിയിലൊക്കെ അങ്ങനെ ഉണ്ട് പാടുകൾ, വെള്ളം ചീറ്റുന്നത്. നമ്മൾ ചൂട് തീ പിടിച്ച് വരുമ്പോഴത്തേക്കും കൈകാലും പൊങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ ഷട്ടർ നോക്കുമ്പോഴത്തേക്കും കൈകാലും പൊങ്ങിയിട്ടുണ്ടാവും. ഷട്ടർ നീറ്റ് കഴിഞ്ഞ് ആദ്യമായിട്ട് കണ്ടപ്പോൾ കൈയും കാലൊക്കെ പൊങ്ങിയപ്പോൾ അയ്യോ ഇതെന്താ കൈയും കാലൊക്കെ പൊങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി കൊണ്ടൊന്ന് പയ്യനെ താത്തിക്കൊടുത്ത്. അപ്പോൾ ചില ബോഡിയൊക്കെ വന്ന് ഈ വയസ്സന്മാരൊക്കെ ബോഡി വന്നാൽ ചിലപ്പോൾ കൈയും കാലും പൊങ്ങിയാലുണ്ടല്ലോ ചാരി കസേരയിൽ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങാട് ഇട്ട് വിറകിടുമ്പോൾ അത് ഇങ്ങാട് വരും. ഇങ്ങാടിട്ട് വിറക് പോകുമ്പോൾ കാലും പൊങ്ങി വരും. ചിലത് കൈയും പൊങ്ങി തലയും പൊങ്ങി ഇങ്ങനെ വരും. അങ്ങനെ വരും ചില വയസ്സന്മാരുടെയൊക്കെ ബോഡി വന്ന്. കിടക്കൂല, ഇങ്ങനെ ചുരുണ്ടുകൂടി വരും. അപ്പോൾ ചാരി കസേര. അപ്പോൾ വിറകൊക്കെ ഒന്ന് അനക്കി കൊടുത്തിട്ട് കുഴി വര വെച്ചിട്ട് വിറക് ചായച്ചു വെക്കണം. നമ്മൾ വിറകൊക്കെ ഇങ്ങനെ അകത്തി കൊടുക്കണം. കൊടുത്തിട്ട് ആ കുഴിക്കയിൽ നമ്മുടെ ഈ അരഭാഗം വെച്ചിട്ട് വിറക് മീതെ ചായച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞെരിഞ്ഞ് തീയിൽ കനലെല്ലാം ഞെരിഞ്ഞിടായി. രാത്രി ബോഡി വന്ന് 11 മണിക്കൊക്കെ ബോഡി വന്നാൽ 3 മണിക്കാണ് പോണത്. 3 മണിക്ക് പോകുമ്പോൾ ഞാൻ ഷട്ടർ അരമണിക്കൂർ കഴിയുമ്പോൾ തുറക്കും. ബോഡി അനക്കിയൊക്കെ കൊടുക്കും, വിറകിട്ട് കൊടുക്കും, ഷട്ടറിടും. ഇവിടെ കിടന്ന് ഉറങ്ങും. അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എഴുന്നേക്കും, പിന്നെ അനക്കി കൊടുക്കും, വിറകിട്ട് കൊടുക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ വിറകിട്ട് കൊടുക്കണം, അനക്കിയും കൊടുക്കണം. ബോഡി അനക്കി കൊടുക്കണം. വിറക് മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, അനക്കി കൊടുക്കണം. എന്നാലേ ആ ബോഡി കത്തി പിടിച്ച് വരുള്ളൂ. 2 മണി 3 മണിയൊക്കെ ആയിട്ട് ഞാൻ ശ്മശാനത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് തലോട്ടി പൊട്ടിയിട്ടില്ല, തല പൊട്ടിയിട്ടില്ല. അതേ പൊട്ടി, തൊട്ടപ്പം തന്നെ പൊട്ടി.
ഇത് നെഞ്ചിൻ്റെ ഭാഗമാണ്. ഈ കാലും അരയൊക്കെ കത്തിത്തീർന്നു. നെഞ്ചിൻ്റെ ഭാഗം മാത്രം ഉള്ളുക. നെഞ്ചിൻ്റെ ഭാഗമാണ് ഇനി കത്താനുള്ളത് ഉള്ളു. തലഭാഗം തലവട്ടി കത്തിത്തീർന്നു. ഈ നെഞ്ചിൻ്റെ ഭാഗം അരക്കൂട് ഇനി ഇത്രയും കൂടി ഉള്ളു. ഈ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഭാഗവും ഉള്ളു കത്തിത്തീരാൻ. ഈ ഭാഗവും ഇനി ഇപ്പം തന്നെ തീരും. ഇനി ഈ നെഞ്ചിൻ്റെ ഭാഗവും ഈ വയറിൻ്റെ ഭാഗവും ഉണ്ടാവുള്ളൂ. അത് അത്രയും ഭാഗമുള്ളത് ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും അസുഖം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് വേഗം കത്തിത്തീരാൻ താമസം. അത് ശനിയാഴ്ച ദിവസങ്ങളിൽ. ശനിയാഴ്ച ദിവസം ആദ്യത്തെ ദിവസം എന്ന് പറയാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ബോഡി കൂടുതലുണ്ടാവും. അങ്ങനെ സന്തോഷം തോന്നാറില്ല. പക്ഷേ 3-4 ബോഡിയൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക്. തീർന്നെങ്കിലും അടുത്ത ബോഡി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ബോഡിയൊക്കെ വരുമ്പോൾ അസുഖമുള്ള ബോഡിയൊക്കെ ആണെങ്കിൽ താമസം വരില്ല. അപ്പോൾ നമുക്ക് തീർന്നിട്ട് വേണമല്ലോ അടുത്ത ബോഡി വയ്ക്കാൻ. അപ്പോൾ താമസിച്ചാണ് വന്നെങ്കിൽ അതിലും ബുദ്ധിമുട്ടായിരിക്കും. ബോഡി വെക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ബോഡി വെക്കുമ്പോൾ നമുക്ക് പൊട്ടി കൊള്ളുമ്പോഴൊക്കെ കാണുമ്പോഴേ വായിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് വരും. അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ. അത് ഒരു അല്ലാണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ ശ്മശാനത്തിൽ കത്തിച്ചാൽ മതി. മക്കളോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ ശ്മശാനത്തിൽ കത്തിച്ചാൽ മതി. ഇത്രയും ബോഡിയൊക്കെ കത്തിച്ചതല്ലേ, അപ്പം ഞാനും ഇനി ചാരം ആയിക്കോളാം. പുഴുവരിക്കഴുന്നുള്ളൊരു ചാരമാണ്. നമ്മുടെ മരണം വരെ നമ്മൾ ചെയ്യും, പിന്നെയുള്ള കാര്യം പിന്നീട്.
ചെയ്യും